ഇപ്പോൾ അത് നമ്മളൊരു ബോക്സിൽ അത് കൃത്യം ഈ സ്ക്വയർ കൊള്ളുന്ന തരത്തിലുള്ള ഒരു ബോക്സ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ ഈ കാർഡ്ബോർഡ് കൊണ്ടുള്ള സ്ക്വയർ വച്ചതിന് ശേഷം അത് അതിൽ നിന്ന് എടുത്ത് പിന്നെ അത് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വച്ച പൊസിഷനിലല്ലാതെ വേറെ പൊസിഷൻസിൽ മാറ്റി മാറ്റി വയ്ക്കാം. അതിനെയാണ് റിജിഡ് മോഷൻ ഓഫ് എ സ്ക്വയർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഓരോ റിജിഡ് മോഷനും ഈ സ്ക്വയറിന്റെ വെർട്ടിസസിന്റെ ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ദിസ് വൺ, ഇത് വെർട്ടിക്കൽ ആക്സിസ്, ഇത് രണ്ട് ഡയഗണൽസ് എന്ന് വിചാരിക്കുക. നമ്മൾ കാർഡ്ബോർഡ് കൊണ്ടുള്ള സ്ക്വയർ വയ്ക്കുന്നത് ഈ പൊസിഷനിലാണ് എന്ന് കരുതുക. എന്നിട്ട് നമ്മൾ അത് അതിൽ നിന്ന് എടുത്തതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്ത കാർഡ്ബോർഡ് പീസ്, കാർഡ്ബോർഡ് സ്ക്വയർ കൊണ്ടുള്ള കാർഡ്ബോർഡ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അതേപടി ഈ ബോക്സിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, നേരത്തെ 1 ഇരുന്ന പൊസിഷനിൽ 2 വരും. നേരത്തെ 1 ഇരുന്ന പൊസിഷനിൽ 2 വരുന്നില്ല. 1ന്റെ പൊസിഷൻ 2 ഇരുന്ന പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. 2ന്റെ പൊസിഷൻ 3 ഇരുന്ന പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. 3യുടെ പൊസിഷൻ 4ന്റെ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. 4ന്റെ പൊസിഷൻ നേരത്തെ 1 ഇരുന്ന പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. അതിനെ നമുക്കിതാ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ നൊട്ടേഷൻ അർത്ഥമാക്കുന്നത്, we are using this notation to describe the rigid motion in which the corner of the square currently occupying position 1 is placed in position 2, while the corner currently in position 2 is moved to position 3, and the one in position 3 is moved to position 4, and the one in position 4 is moved to position 1. ഇതിനെ ഒരു 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കിട്ടുന്നത് സ്ക്വയറിന്റെ ഒരു റിജിഡ് മോഷൻ ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കേ സർ. ഇനി 90 ഡിഗ്രി റൊട്ടേഷന് പകരം നമ്മൾ 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് നടത്തിയതെന്ന് കരുതുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വച്ച പൊസിഷൻ. ഈ ഫിഗറിൽ കാണുന്നതാണ് ആദ്യം വച്ച പൊസിഷൻ. അപ്പോൾ 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് നടത്തുന്നതെങ്കിൽ 1ന്റെ പൊസിഷൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വരും. 180 ഡിഗ്രി ആകുമ്പോൾ ഇത്രയും. 1ന്റെ പൊസിഷൻ 3യിലെത്തും. 3യുടെ പൊസിഷനോ 1 ഇരുന്ന പൊസിഷനിലേക്ക് എത്തും. 2ന്റെ പൊസിഷൻ 4ലേക്ക് എത്തും. 4ന്റെ പൊസിഷൻ 2ലേക്ക് എത്തും. അതാണ് നമ്മളിതാ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 180 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കും. ഇനി 270 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയായ 90, then 180 and then 270 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കുമ്പോൾ 1 will move to 4, 4 will move to 3, 3 will move to 2, and 2 will move to 1. So that we get this one. 1 moves to 4, 4 moves to 3, and 3 moves to 2. That is after rotating 270 degree. Then you can rotate 360 degree. When you rotate 360 degree, അത് ആദ്യം ഇരുന്ന പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ 1 1ന്റെ പൊസിഷനിലായിരിക്കും, 2 2ന്റെ പൊസിഷനിലായിരിക്കും, 3 3യുടെ പൊസിഷനിലായിരിക്കും, 4 4ന്റെ പൊസിഷനിലായിരിക്കും. So that is denoted like this. It is in fact the identity. Is that clear? Yes, sir.
ഓക്കെ സർ. ഇത് 4 റൊട്ടേഷൻസ്. ഇതുകൂടാതെ ഈ വെർട്ടിക്കൽ ആക്സിസ്, ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ ആക്സിസിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഈ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 3ഉം പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല. കാരണം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷന് മാറ്റം ഉണ്ടാവില്ല. അറൗണ്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ആണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നത്. 2ഉം 4ഉം പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദിസ് വൺ. Is that clear? ഹൊറിസോണ്ടൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പിടിച്ചങ്ങ് കറക്കുക. നമ്മൾ ആ 2ഉം 4ഉം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ആ കാർഡ്ബോർഡ് ഇങ്ങനെ കറക്കുക. അതാണ് ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളത്, നേരെ മറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുവരും, ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്തുവരും, 2നും 4നും പൊസിഷൻ ചേഞ്ച് ഉണ്ടാവില്ല. 1 നേരെ 3ലേക്കും 3 നേരെ 1ലേക്കും വരും. Is that okay? ഇനി നോക്കൂ, ഈ ലെറ്റ് us കൺസിഡർ ദിസ് ഡയഗണൽ. ഈ ഡയഗണൽ കൺസിഡർ ചെയ്യാം. ഈ ഡയഗണൽ കൺസിഡർ ചെയ്തിട്ട് അതിന് അത് യു ഫ്ലിപ്പ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡയഗണൽ. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 1 2ന്റെ പൊസിഷനിലേക്ക് വരും, 2 1ന്റെ പൊസിഷനിലേക്ക് വരും, 3 4ന്റെ പൊസിഷനിലേക്ക് വരും, 4 3യുടെ പൊസിഷനിലേക്ക് വരും. So you will be getting this one. Is that okay? Okay sir. And finally ഈ ഡയഗണൽ കൺസിഡർ ചെയ്യുക, this one. അത് സ്ക്വയറിന്റെ ഡയഗണൽ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, 2 ഡയഗണൽസ്, അത് പറയാൻ എളുപ്പത്തിന് അങ്ങനെ പറയണം. ആ ഡയഗണലിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ വരിക, 1ഉം 4ഉം ആണ് പരസ്പരം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുക. കാരണം നേരെ തിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. 1ഉം 4ഉം ഇന്റർചേഞ്ച് ചെയ്യപ്പെടും, 2ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്യപ്പെടും. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വൺ. Is that clear? Okay sir. അപ്പൊ നമുക്ക് 8 റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയർ ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ടു കൗണ്ട് ദ നമ്പർ ഓഫ് റിജിഡ് മോഷൻസ് നമ്മളൊരു വെർട്ടെക്സ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അതിനെ എ എന്ന് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൺ ഓഫ് ദ അഡ്ജസന്റ് വെർട്ടീസസിനെ നമ്മൾ ബി എന്ന് ലേബൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എക്ക് നമ്മുടെ ഈ ബോക്സിൽ 4 പൊസിഷൻസിലാണ് മാറിയിരിക്കാൻ പറ്റുക. ഈ ബിയെ സംബന്ധിച്ചിടത്തോളം അത് 2 ചാൻസസ് ആണ് ബി ഉള്ളത്. എയുടെ അടുത്ത് വരാനായിട്ട്, എയുടെ ആന്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ ഉള്ള അടുത്തും വരാം, അതുപോലെ ക്ലോക്ക് വൈസ് വരുമ്പോൾ ഉള്ള അടുത്തും വരാം. അപ്പോൾ ബിക്ക് 2 പൊസിഷൻസും എക്ക് 4 പൊസിഷൻസും ആണ് കിട്ടുക. സോ വി ഹാവ് എ ടോട്ടൽ ഓഫ് 8 റിജിഡ് മോഷൻസ് ബിക്കോസ് വി ഹാവ് 4 ചോയ്സസ് ഓഫ് എ പൊസിഷൻ ഇൻ വിച്ച് ടു പ്ലേസ് വെർട്ടെക്സ് എ. ആൻഡ് ദെൻ നമ്മൾ എന്താ പറയുക, ഇത് നമ്മുടെ കൗണ്ടിങ് പ്രിൻസിപ്പിൾ, കോമ്പിനാറ്റോറിക്സിലെ കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും. നമുക്ക് എക്ക് 4 പോസിബിലിറ്റീസും ബിക്ക് 2 ചോയ്സസും അല്ലെങ്കിൽ 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. കാരണം എയുടെ അടുത്ത് വരണമല്ലോ, എയുടെ അടുത്ത് വരുമ്പോൾ 2 രീതിയിലാണ് അത് അടുത്ത് വരാനായിട്ട് കഴിയുക. നമുക്ക് 4 കോർണേഴ്സിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 സച്ച് റിജിഡ് മോഷൻസ് ആണ് കിട്ടുക. ആ 8 റിജിഡ് മോഷൻസ് ആണ് നമ്മളിവിടെ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത്. I hope it is clear. Yes sir. Now, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇൻ റിജിഡ് മോഷൻ 2, 4 the square is replaced so that the corners originally in positions 2 and 4 are interchanged while the corners originally in positions 1 and 3 remains in the same position. അതാണ് ആ ഫ്ലിപ്പ് വരുമ്പോൾ കിട്ടുന്നത്. Note that we do not obtain all elements of S4. S4ലെ എല്ലാ എലമെന്റ്സും നമുക്ക് ഇത്, കാരണം S4ലെ എല്ലാ എലമെന്റ്സും കിട്ടില്ല. കാരണം S4ൽ 24 എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഉദാഹരണത്തിന് S4ലെ ഒരു എലമെന്റ് ആയ 1, 2 നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം 1ഉം 2ഉം മാത്രമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിജിഡ് മോഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. 1 2ലേക്ക് മാറി കഴിയുമ്പോൾ 3 4ലേക്ക് മാറുന്ന ഒരു എന്താ പറയുക റിജിഡ് മോഷൻ നമുക്കുണ്ട്. അതാണ് നമ്മൾ 1 2 3 4 എന്ന് പറയുന്ന ഫ്ലിപ്പ് അബൌട്ട് ദ ഡയഗണൽ കിട്ടിയത്. എനിവേ S4ലുള്ള എല്ലാ പെർമ്യൂട്ടേഷൻസും കിട്ടില്ല. S4ൽ നമുക്ക് 24 എലമെന്റ്സ് ഉണ്ട്. അതേസമയം റിജിഡ് മോഷനിൽ നമുക്ക്, റിജിഡ് മോഷൻ ഓഫ് എ സ്ക്വയറിൽ നമുക്ക് 8 എലമെന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ
ഒന്നുകൂടി ആ നൊട്ടേഷൻസ് പറയാണ് നമ്മുടെ ഈ ഓരോ നൊട്ടേഷൻസും അർത്ഥമാക്കുന്നത്. ഈ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് carries the vertex currently in position I to position sigma of I. അതാണ് ഈ നൊട്ടേഷന്റെ അർത്ഥം. അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ 1 2 3 4 എന്ന് പറയുന്നത് അത് സിഗ്മ പെർമ്യൂട്ടേഷൻ ആയിട്ട് മനസ്സിലാക്കിയാൽ അത് അർത്ഥമാക്കുന്നത് 1 അത് 2ലേക്ക് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, 2 3ലേക്ക് ചേഞ്ച് ചെയ്യും, 3 4ലേക്ക് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ദിസ്. Sigma carries the vertex currently in position I to position sigma of I. Okay. അപ്പോൾ നമുക്ക് ഈ റിജിഡ് മോഷൻസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അതായത് പ്രൊഡക്റ്റ് ഓഫ് റിജിഡ് മോഷൻസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ ആദ്യം ഒരു റിജിഡ് മോഷൻ പെർഫോം ചെയ്യുക, എന്നിട്ട് അടുത്ത റിജിഡ് മോഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 2 റിജിഡ് മോഷൻസ് അടുപ്പിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ കിട്ടുന്നത് ഒരു റിജിഡ് മോഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സെറ്റ് ഓഫ് റിജിഡ് മോഷൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണ് എന്ന് കാണാനായിട്ട് കഴിയും. ഫോളോയിങ് വൺ റിജിഡ് മോഷൻ ബൈ അനദർ ഗീവ്സ് അനദർ റിജിഡ് മോഷൻ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് റിജിഡ് മോഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തു. അതുപോലെ ഏതൊരു റിജിഡ് മോഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 90 ഡിഗ്രി എന്നുള്ളത് അത് റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് തിയറിറ്റിക്കലി അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പെട്ടെന്ന്? അത് എന്താ പറയാ, പെർമ്യൂട്ടേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഇൻവേഴ്സ് പറയാതെ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ത്രൂ 90 ഡിഗ്രി എന്ന റിജിഡ് മോഷനെ എന്ത് റിജിഡ് മോഷൻ അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഐഡന്റിറ്റി ആക്കി മാറ്റാൻ പറ്റുക? 270. അതെ, 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് പിന്നെ 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി കിട്ടും. അപ്പൊ അതായത് ഈ 1 2 3 4ന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്? 1 4 3 2. ഈ 1 3 2 4 അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ത്രൂ 180 ഡിഗ്രി അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും വീണ്ടും 180 ഡിഗ്രി തിരിച്ചാൽ. അത് തന്നെയായിരിക്കും. വെരി ഗുഡ്. അതുപോലെ ഫ്ലിപ്പ് അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? വീണ്ടും ഫ്ലിപ്പ് ചെയ്യുക. അവിടെ വീണ്ടും ഫ്ലിപ്പ് ചെയ്യുക, അതേ ആക്സിസിൽ തന്നെ ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്. അല്ലെങ്കിൽ നമുക്കറിയാം 2 4ന്റെ ഇൻവേഴ്സ് 2 4 തന്നെയാണെന്ന് അറിയാട്ടോ, അതിന്റെ ഓർഡർ 2 ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇത് ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഇവിടെ റിജിഡ് മോഷന്റെ ടേംസിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും ഫ്ലിപ്പിങ്ങിനെല്ലാം ഇൻവേഴ്സുകൾ അത് തന്നെയല്ലേ വരിക? അതെ സർ. ഇനി അപ്പോ ഈ 1 2 3 4ന്റെ ഇൻവേഴ്സ് 1 4 3 2 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് 1 4 3 2ന്റെ ഇൻവേഴ്സ് 1 2 3 4 ആയിരിക്കും അല്ലേ? ബാക്കി എല്ലാവരുടെയും ഇൻവേഴ്സസ് അവരവര് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ടേബിള് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ടേബിള് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓഫ് കോഴ്സ് അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സാധാരണ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ലാതെ നമ്മുടെ ഈ റിജിഡ് മോഷൻസിന്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് എഴുതാൻ കഴിയുക. അല്ലാതെ ഈ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ അത് അറിയില്ല. അത് കാരണം നമുക്കിവിടെ 64 എലമെന്റ്സ് എഴുതണമല്ലോ. 8 × 8 64 എലമെന്റ്സ്. അതിനകത്ത് പലതും വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും. എങ്കിൽ തന്നെ ആ രീതിയിൽ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനും കൂടി പഠിക്കണം. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. പക്ഷെ അതൊരു വളരെ എന്താ പറയുക സമയമെടുത്ത് വായിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഓരോന്നും അത് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം റൊട്ടേഷൻ നടത്തിയിട്ട് പിന്നെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കിട്ടണതാവണം എന്നില്ല ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം റൊട്ടേഷൻ നടത്തുമ്പോൾ കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
ഈ ടേബിൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ അത് എന്താ പറയുക, ഒരു 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 വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ഒരു കൗതുകത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ചെയ്തു നോക്കണം. ഇത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ലോ. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും ഡിസ്ക്രൈബ് ദ റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ കുറെ കൂടി ഒരു നല്ല നൊട്ടേഷനൊക്കെ ഇതിനൊക്കെ ചിലപ്പോൾ പിന്നീട് കാണും കേട്ടോ. എങ്കിലും നമുക്ക് എങ്ങനെ ഇതെല്ലാം കിട്ടുന്നു എന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യുന്നത് കൂടി നന്നായിരിക്കും. Is that okay? Okay, sir. ഇത് നമ്മൾ ഒരു സ്ക്വയറിന്റെ റിജിഡ് മോഷൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇതുപോലെ നമുക്ക് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ റിജിഡ് മോഷനെ കുറിച്ചും സംസാരിക്കാവുന്നതാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ റിജിഡ് മോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ നമ്മുടെ ബോക്സ് ഈ ഷേപ്പിലാണ് എന്ന് കരുതുക. നമ്മുടെ കാർഡ്ബോർഡ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് എന്നും കരുതുക. അപ്പോൾ നേരത്തെയുള്ള പോലെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ ആരംഭിച്ചാൽ നമുക്ക് ആദ്യം നേരത്തെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സിൽ ഇറക്കി വയ്ക്കാമായിരുന്നു. ഇവിടെ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായില്ല, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? 1 എന്നത് 2ലേക്കും 2 എന്നത് 3ലേക്കും 3 എന്നത് 1ലേക്കും പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോക്സിലേക്ക് അത് ഇറക്കി വയ്ക്കാൻ കഴിയുകയും ചെയ്യും. അതായത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ത്രൂ 120 ഡിഗ്രി. Is that okay? Yes, sir. അതുപോലെ 240 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 will change to 3, 3 will move to 2 and 2 will move to 1, so that you get this rigid motion. 1 moves to 3, 3 moves to 2 and 2 moves to 1. For 120 degree rotation, 240 degree rotation, then you take 360 degree rotation, then you get the identity element. And നമുക്കിതാ ഈ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ആക്സിസ്, അതിൽ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല. അതെ, 1 എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കും, 2ഉം 3ഉം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. ഇനി ഈ ആംഗിൾ ബൈസെക്ടർ കൺസിഡർ ചെയ്യുക. ദിസ് ആംഗിൾ ബൈസെക്ടർ അവിടെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1ഉം 3ഉം പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് 1 moves to 3 and 3 moves to 1. 2 keeps the same position. And finally, you take this one and flip. So you'll get 1 and 2 get interchanged and 3 keeps the same position. So there will be 6 rigid motions. കാരണം ഇവിടെ 3 vertices ആണുള്ളത്. അതുകൊണ്ട് 6 rigid motions ആണ് നമുക്ക് കിട്ടുക. സ്ക്വയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് 8 rigid motions കിട്ടി. In fact, you can see that this is the same as S3. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയും ടേബിൾ എഴുതാൻ കേട്ടോ. പക്ഷെ ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾ S3യുടെ ടേബിൾ അതേപടി കോപ്പി അല്ല ചെയ്യേണ്ടത്. ഇത് ഈ രീതിയിൽ ഈ റിജിഡ് മോഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് ആ ടേബിൾ എഴുതിയിട്ട് അത് S3യുടെ ടേബിൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോഴാണ് നമുക്ക് അത് രണ്ടും കിട്ടിയത് ഒന്നാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഈ റിജിഡ് മോഷൻസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ in fact coincides with S3 എന്ന് കാണാൻ പറ്റും. whereas rigid motion of a square is not S4 because S4 has 24 elements, whereas rigid motions of a square has only 8 elements. അപ്പോൾ ഈ റിജിഡ് മോഷൻസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ 8 എലമെന്റ്സ് എന്നും അത് എങ്ങനെയൊക്കെ കിട്ടുന്നു എന്നുള്ളതും ആ നൊട്ടേഷനും അതോടൊപ്പം ഈ ടേബിളും ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്.